നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വെടിവയ്പ് അപകടമാണ് നടന്നിരിക്കുന്നത്. അമേരിക്കയിലെ ലൂസിയാന സംസ്ഥാനത്തെ ഷ്രീവ്പോർട്ടിൽ മുൻ നാഷണൽ ഗാർഡ് അംഗം നടത്തിയ വെടിവയ്പ്പിലാണ് 8 കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ള വളരെ നടുക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത്. പ്രധാന കാരണം എന്ന് പറയുന്നത് കുടുംബ വഴക്കിൻ്റെ പകയാണ്. 18 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞു മുതൽ 14 വയസ്സ് വരെയുള്ളവരാണ് ക്രൂരമായി ഈ കൂട്ടക്കൊലയ്ക്ക് ഇരയായത്. ആക്രമണം നടത്തിയ ഷമർ എൽകിൻസ് എന്നയാളെ പിന്നീട് പോലീസ് പിന്തുടർന്ന് വെടിവെച്ച് കൊന്നു. മരിച്ച 8 കുട്ടികളിൽ 7 പേരും ഷമറിൻ്റെ സ്വന്തം മക്കളാണ് എന്നുള്ളതും 8ാമത്തെ കുട്ടി ഇവരുടെ ബന്ധുവാണെന്നുമാണ് പ്രാഥമിക വിവരം. അതായത് ഈ കൊലയാളി വെടിവെച്ച് കൊന്നിരിക്കുന്ന 7 കുട്ടികളും ഇയാളുടെ സ്വന്തം മക്കളാണ്. കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് അമേരിക്കയെ നടുക്കിയ ഈ വലിയ ദുരന്തത്തിൽ കലാശിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 6 മണിയോടെയായിരുന്നു ഷ്രീവ്പോർട്ടിലെ ജനവാസ മേഖലയെ നടുക്കിയ വെടിവെപ്പ് നടന്നിരിക്കുന്നത്. ഷമറും ഭാര്യ ഷനീക്കോ പഖും തമ്മിലുണ്ടായ തർക്കമാണ് വെടിവെപ്പിലേക്ക് നയിക്കുകയും ഇയാൾ നിഷ്കരണം സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ വെടിവെച്ചു കൊന്നത്. സ്വന്തം വീട്ടിൽ വെച്ച് മക്കൾക്ക് നേരെ തുരുതുര വെടിയുതിർത്ത ഷമർ തൻ്റെ ഭാര്യയെയും മറ്റൊരു സ്ത്രീയെയും വെടിവെച്ച് പരിക്കേൽപ്പിച്ചു. ആകെ 10 പേർക്കാണ് ഇയാളുടെ വെടിയേറ്റത്. പരിക്കേറ്റ സ്ത്രീകളിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. നഗര ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ സംഭവമാണിതെന്നും ഷ്രീവ്പോർട്ട് മേയർ ടോം അൾസനോക്സ് പറഞ്ഞു. വെസ്റ്റ് 79ാം സ്ട്രീറ്റിലെ വീട്ടിൽ കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല ചെയ്ത ശേഷം അവിടെ നിന്നും ഒരാളുടെ വാഹനം തോക്ക് ചൂണ്ടി തട്ടിയെടുത്ത് ഷമർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. വിവരം ലഭിച്ച ഉടൻ സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഇയാളെ പിന്തുടർന്നു. ഏതാണ്ട് 1/4 മൈലോളം ദൂരം അതിവേഗത്തിൽ വാഹനം ഓടിച്ചുപോയ ഷമർ എൽകിൻസിനെ ബൊസിയർ പാരിഷിന് സമീപം വെച്ച് പോലീസ് വളയുകയും വെടിവെച്ച് വീഴ്ത്തുകയുമായിരുന്നു. ലൂസിയാന ആർമി നാഷണൽ ഗാർഡിൽ 2013 മുതൽ 2020 വരെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് ഷമർ എൽകിൻസ്. സൈന്യത്തിൽ ഫയർ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റായി പ്രവർത്തിച്ചിരുന്ന ഇയാൾക്ക് ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും വിദഗ്ധ പരിശീലനം ലഭിച്ചിരുന്നു. സൈന്യത്തിൽ നിന്ന് പ്രൈവറ്റ് റാങ്കിലാണ് ഇയാൾ വിരമിച്ചത്. ഇയാൾക്ക് മുമ്പും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തി. 2019 ഒരു ഹൈസ്കൂളിന് സമീപം വെടിവെപ്പ് നടത്തിയതിനും ഇയാൾ അറസ്റ്റിലാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിരുന്നു. കുട്ടികളുടെ വിലാപം കേട്ട് അയൽവാസികൾ ഓടിക്കൂടിയപ്പോഴേക്കും ചോരയിൽ കുളിച്ച 8 കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. ഒരു ബാലൻ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടിയാണ് ആക്രമിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വെടിയേറ്റ കുട്ടികളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 8 പേരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. അമേരിക്കയിലെ പൊതുസ്ഥലങ്ങളിൽ വെടിവെപ്പ് ഒരു നിത്യ സംഭവമാണെങ്കിലും ഒരു പിതാവ് തന്നെ തൻ്റെ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ വകവരുത്തിയത് രാജ്യത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. പലപ്പോഴും അമേരിക്കയിൽ സ്കൂളുകളിൽ ക്ലാസ് റൂമുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വെടിവെപ്പ് നടക്കുന്നത് ഒരു സ്ഥിരം സംഭവമാണ്. ഈ ഒരു സംഭവത്തിന് പിന്നാലെ അമേരിക്കൻ ജനപ്രതിനിധി സഭ സ്പീക്കർ മൈക്ക് ജോൺസൺ അനുശോചനം രേഖപ്പെടുത്തി. ഷ്രീവ്പോർട്ടിൽ നടന്നത് ഹൃദയഭേദകമായ ദുരന്തമാണ്. 8 കുഞ്ഞുങ്ങളുടെ ജീവൻ അർത്ഥശൂന്യമായി കവർന്നെടുത്തു. ഇരകളുടെ കുടുംബങ്ങൾക്കും ഷ്രീവ്പോർട്ട് സമൂഹത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് തങ്ങളെന്നാണ് അദ്ദേഹം കുറിച്ചത്. അപ്രതീക്ഷിതമായുണ്ടായ ആഘാതത്തിൽ നിന്നും നഗരം ഇനിയും മുക്തമായിട്ടില്ല. കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളും ഭാവിയുമാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായതെന്ന് സ്കൂൾ അധികൃതരും വേദനയോടെ സ്മരിച്ചു. അതേസമയം അമേരിക്കയിൽ തോക്കുപയോഗിച്ചുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെതിരെ വീണ്ടും പ്രതിഷേധം ശക്തമാവുകയാണ്. ലൂയിസാനയിലെ ഈ സംഭവത്തിന് പുറമെ അയോവ സർവകലാശാലയ്ക്ക് സമീപം നടന്ന മറ്റൊരു വെടിവെപ്പിൽ 3 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. തോക്ക് നിയന്ത്രണ നിയമങ്ങൾ കർശനമാക്കണമെന്ന ആവശ്യം ഇതോടെ വീണ്ടും സജീവമായിരിക്കുകയാണ്. ലൂയിസാനയിലെ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം ഷമർ എങ്ങനെ എത്തിച്ചു എന്നതിനെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടെ അമേരിക്കയിൽ ഉണ്ടായ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നാണിത്. ഷ്രീവ്പോർട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഫോറൻസിക് സംഘം 3 സംഭവ സ്ഥലങ്ങളിലും പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. ഷമർ എൽകിൻസ് മാത്രമാണ് വെടിവെപ്പ് നടത്തിയതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷമറിന്റെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ അതീവ മാനസിക ആഘാതത്തിലാണ്. ഷ്രീവ്പോർട്ട് നഗരം ഉയർന്ന കുറ്റകൃത്യ നിരക്കുള്ള പ്രദേശമായാണ് അനുഭവപ്പെടുന്നത്. എന്നിരുന്നാലും ഇത്രയും വലിയൊരു കുടുംബ ദുരന്തം അവിടെ ആദ്യമായാണ്. കൊല്ലപ്പെട്ട 8 കുട്ടികളുടെയും വിവരങ്ങൾ പോലീസ് ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിരിക്കുകയാണ്. നഗരത്തിലെ വിദ്യാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ദുഃഖസൂചകമായ അനുസ്മരണ ചടങ്ങുകൾ നടന്നു വരികയാണ്.
ഇത്രയും വലിയൊരു കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് എന്താണെന്നതിനെക്കുറിച്ച് മനഃശാസ്ത്ര വിദഗ്ധരും അന്വേഷണ ഏജൻസികളും പരിശോധിക്കുന്നുണ്ട്. സൈനിക സേവനത്തിനിടെ ഇയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നോ എന്നും പരിശോധിക്കും. ഏതായാലും സമാധാനപരമായി വിരുന്നൊരുങ്ങേണ്ട ഒരു ഞായറാഴ്ച പുലർച്ചെ 8 കുഞ്ഞുങ്ങളുടെ ചോര വീണ ലൂയിസാനയിലെ ആ വീട് അമേരിക്കയുടെ തോക്ക് സംസ്കാരത്തിൻ്റെ ക്രൂരമായ മുഖമായി അവശേഷിക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ അമേരിക്കയും കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിയായിരുന്നു ഇന്നലെ നടന്നത്.